എന്താ എന്താ പറയാനുള്ളേ? നീട്ട് പാടുന്നുണ്ടല്ലോ, എന്താ വേണ്ടേ? പോവാ? എൻ്റെ പപ്പടത്തിലും മത്തിക്കറിയിലും അല്ലേ നിൻ്റെ നോട്ടം? നീ റോഡേ പോയ പൂച്ചേനെ വരെ വിളിച്ച് പെരയ്ക്കകത്ത് കയറ്റി. പുറത്തൊരു 3 പട്ടിയുണ്ട്. വെള്ളത്തിൽ തലയിടല്ലേ, ചൂടാ പൊള്ളു നിൻ്റെ. നീ കേട്ടിട്ടുണ്ടോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ കഥ? ഈ ചൂടുവെള്ളത്തിൽ ചാടൽ ആവിയുണ്ട്. പിന്നെ നീ ഈ നാട്ടിലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ ഉദാഹരണമാണ്. പിന്നെ തോട്ടിലെ വെള്ളം കണ്ടാലും നീ പേടിക്കും. ചോറ് വേണ്ടേ? അയ്യോ, നീ വിശന്നാ? എൻ്റെ മീൻകറി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, ഞാൻ ഇളക്കിത്തരാം കേട്ടോ. താഴെ വെച്ച് തന്നുകൊണ്ട് വല്ല വിരോധമുണ്ടോ? ഞാൻ തിന്നുമെന്ന് നോക്കിയതല്ലേ. പപ്പടം വേണോടാ? എൻ്റെ പപ്പടം 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 തിന്നുന്ന പൂച്ചയോ? എന്നാൽ ഇത്തിരി മത്തിക്കറി, ഇത്തിരി ചോറ്, ശകലം പപ്പടം. ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ കുടിക്കുന്നത്? അവിടെ നിന്ന് വയ്ക്കുന്നുണ്ട്. എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നോ നീ? നിൻ്റെ അയ്യോ പേടിച്ചു. പേടിക്കണ്ട, വാ. പക്ഷേ ചെരുപ്പ് നീക്കി വെച്ചാ നീ പേടിക്കണ്ട. ചിക്കൻ വേണ്ട, എനിക്ക് ഞാൻ എടുത്തോളാം ശാലം ചിക്കൻ ഇതിനോട് കൊടുക്കാം. ചിക്കനൊക്കെ ഉണ്ട്, വാ ഇങ്ങോട്ട് വാന്ന്. ചിക്കൻ കറി കൂട്ടുമോ അതോ നീ മത്തിയൊക്കെ കൂട്ടുള്ളൂ? നീ തിന്നെ ഞാൻ പാത്രത്തിൽ തരാത്തരും നീ ഒന്നും വിചാരിക്കണ്ട. നീ കഴിക്കില്ല, നീ ടെസ്റ്റ് ഡോസ് വന്നേല്ലേ. നീ പോയിട്ട് ആ ഏരിയയിലുള്ള എല്ലാ പൂച്ച പിടിച്ചോണ്ട് വന്നേക്കല്ലേ. മതിയോ? വേണ്ടടാ പൂച്ച മുള്ള്. ചിക്കൻ തിന്നോ? അയ്യോ, എടുത്തോണ്ട് ഓടല്ലേ. അത് പന്നപ്പിള്ളേരുടെ സ്വഭാവം കേട്ടോ. അത് കൊള്ളാമല്ലോ. വേണ്ട, എൻ്റെ സ്വഭാവം വെറും കച്ചറയാണ്. ഞാൻ തിരിച്ച് തട്ടിപ്പറിക്കും കേട്ടല്ലോ. പൂച്ചേനെ അള്ളിയൊരു വലിയ ചരിത്രം എൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്കിരുന്നു. നിൻ്റെ ഒരു പൂർവികൻ എന്നെ ഒന്ന് അള്ളി. ഞാൻ തിരിച്ചൊരള്ളിട്ട് വരഞ്ഞ പാടിനാണ് പോയത് രോമം. ആ ചരിത്രം നീ എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കുമോ? അതുകൊണ്ട് ഞാൻ ഈ മേശപ്പുറത്ത് നമ്മുടെ രണ്ടിൻ്റെ ആരോഗ്യം നല്ലതാവാൻ വേണ്ടി ഞാൻ ഈ ടേബിളിൽ കയറിയിരിക്കാം. ഓക്കെ? നീ മക്ക് പിടിക്കണമെങ്കിൽ ഞാൻ ഫോൺ ഓഫ് ചെയ്യണം. അപ്പം ടാറ്റാ. ഇത് ഇവിടുത്തെ പൂച്ചയൊന്നുമില്ല കേട്ടോ. വഴിയെ പോയൊരു പൂച്ചേനെ ഞാൻ കുശലം ചോദിക്കാൻ വിളിച്ചാ. ഇനി പോന്ന് കയറി. എൻ്റെ വീടെവിടാ മിസ്റ്റർ പൂച്ചേ? വരുന്നു, ഇങ്ങോട്ട് ബാ. എന്നാ അതിന് ഇത്രയും കരയുണ്ട്. ഇന്ന ബാ ഒന്നും പറയത്തില്ലേ? ഞാൻ അങ്ങനെ പറയുന്ന ടൈപ്പല്ല. മതി, ഇനി ഞാൻ വല്ലതും ഒന്ന് എടാ. ഇനി അടുത്ത തവണ വരുമ്പോൾ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അകത്തോട്ട് വല്ലതും പോകണം. അതുകൊണ്ട് ഇനി മതിയേ. കുഞ്ഞുവയർ നിറയാനുള്ളതായി. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ ക്ഷമൻ്റെ വീട്ടിലാണുള്ളത്. നമ്മൾ തിരിച്ചു പോവുക, സീതത്തോടിന് പോവുക. അപ്പോൾ കുഞ്ഞാവ് നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. ഞാൻ വന്ന് ഇപ്പം നമ്മളൊരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം, അടുത്ത ദിവസം കാണിച്ചു തരാം. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് വന്ന പാടെ ആൾ കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണമുണ്ട്. കാരണം ഇന്നലെ ഒത്തിരി ലേറ്റായി. കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കറങ്ങി നടപ്പായിരുന്നു. എന്നിട്ട് കുറച്ച് ലേറ്റായി പോയി ഉറങ്ങിയപ്പോൾ. ഇവിടെ തൊട്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, വേറെ ദൂരോട്ടെങ്ങും പോയില്ല. 10 മണിയാകുമ്പോൾ എങ്ങനെയായാലും കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്ത് എത്തും. അത് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഉറക്കം മിസ്സായി. അപ്പോൾ ആ ഉറക്കം ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ വേഷം എങ്ങനെയുണ്ട് ഗൈസ്? ഇത് കണ്ണാപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. കണ്ണാപ്പിൻ്റെ ആയിരുന്നു. പിന്നെ അത് അച്ചു വിട്ടു ഇവരുടെ ചെറുപ്പത്തിലെ. ഇപ്പം എനിക്കത് കറക്റ്റ് ഫിറ്റായി. ഞാനാണ് ജീൻസ് എടുത്ത് വെച്ചിട്ട് ഇടാൻ ടോപ്പില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ നേരെ പോയി. ഇവരുടെയാന്ന് പറഞ്ഞാൽ വലുതാണെന്നല്ലോ എടുത്തിടാന്ന് പറഞ്ഞിട്ട് തപ്പി ചെന്നപ്പോൾ പഴയതിരുന്നു. അങ്ങനെ ഇത് കിട്ടി. വിക്ഷമ്മ പറഞ്ഞ് ചെറിയച്ഛൻ എങ്ങാണ്ട് പോയിട്ട് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്. അങ്ങനെ വീഡിയോ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. ഒരു വരുന്നതിന് മുന്നേ ഞാൻ ഇറങ്ങും. അപ്പോൾ മിക്കവാറും 8 മണിക്ക് ഇറങ്ങുമായിരിക്കും. ഞാൻ അകത്ത് പോയി കിടന്നാൽ അതിനോട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അപ്ലോഡ് ആവുന്നില്ല, നെറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ വെച്ച് ഗേറ്റിന് പുറത്തിരുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എഡിറ്റല്ല, അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കൈ കഴിക്കുന്നു. ഗേറ്റേ കൊണ്ടുവച്ച ഫോൺ. കിച്ചുവിനോട് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ബസ് കയറാൻ പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ മിക്കവാറും സീതത്തോട് എത്തിയിട്ടുണ്ടാവും. സീതത്തോട് എത്തണമല്ലോ. അപ്പോൾ ഞാൻ നാളെ എത്തുന്നത് കൊണ്ട് അവൻ സീതത്തോട് എത്തിയിട്ടുണ്ടാവും. പിന്നെന്താ,
ബാക്കി പോകുന്ന വഴിക്ക് കുറച്ചൊക്കെ വിശേഷങ്ങൾ കാണാം. രാത്രി ഫുള്ള് ഡ്രൈവിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്യണ്ടേ. കുറേ നേരമൊക്കെ ഞാനും ഉണർന്നിരിക്കും. പിന്നെ മിക്കപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി കുഞ്ഞാവ് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കും. എനിക്ക് 2 പേരുടെ കിടന്നുറങ്ങുമ്പോൾ എന്തോ ടെൻഷനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉണർന്നിരിക്കും. എന്നിട്ട് കുഞ്ഞാവ് ഉണർന്ന് വണ്ടി ഓടിച്ച് കുറച്ച് കഴിയുമ്പോൾ രാവിലെ നല്ലോണം ഞാൻ കിടന്നുറങ്ങും. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കണ്ണ് വലിച്ച് കീറിയിരിക്കേണ്ടി വരും. എനിക്ക് കുറച്ച് ഉറക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് കഴിക്കുന്നതുകൊണ്ടേ ഭയങ്കര തലയ്ക്ക് എന്തോ ഒരു ഇതുപോലെയാണ്. ചില സമയത്ത് മരുന്ന് കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് തലയ്ക്കൊരു അടി കിട്ടിയ ഫീലാണ് എനിക്ക്. അപ്പോൾ ഒന്നീ ഉറക്കം വരും. മാത്രമല്ല ഉറക്കത്തിൽ കിടന്ന് കുറേ ഞെട്ടുന്നുണ്ട്. ഇനി അതെന്താ സംഭവം എന്നൊന്ന് ഡോക്ടറോട് ചോദിക്കണം. അപ്പോൾ കുറേ ആയി അത്. പെട്ടെന്ന് ഞെട്ടി ഉണരും. ഞെട്ടിലോട് ഞെട്ടിൽ. വീഡിയോ അപ്ലോഡ് ആകുന്നവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ രസം അമ്പലമുണ്ട്. നേരെ ഇരുട്ടി. ഇവിടെ മുത്തപ്പനാണ്. മുത്തപ്പൻ ക്ഷേത്രപാലകനാ. ഹലോ, നമസ്കാരം. നമ്മളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്തെടുത്തെടുത്ത് ഉറങ്ങിയൊക്കെ വന്ന് ഇപ്പം റാന്നിയായി, ഉച്ചയായി. പിറ്റേ ദിവസം കുഞ്ഞ പാട്ടാണോ കേൾക്കുന്നത്? ഇല്ലയാ. അങ്ങനെ കറങ്ങി ഉച്ചയായി. പിറ്റേന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ നിർത്തിത്തുന്ന റെസ്റ്റോറൻറ്റിലെ വിളമ്പുന്ന ആൾക്കാർക്ക് എനിക്ക് ഒരേ യൂണിഫോം, ചുമപ്പ് നീല. പെട്ടെന്ന് കണ്ടാ തോന്നും കുഞ്ഞാ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വെറുതെ പറഞ്ഞ എനിക്ക് മുല്ലപ്പൂ വേണമെന്ന്. അത്ര ഓർമ്മയാണ്. റീൽസ് ഇറങ്ങണമെങ്കിൽ മുല്ലപ്പൂ വേണം. എൻ്റെ സങ്കല്പത്തിലെ കുടുംബം. ഡ്രൈ ഫ്രൂട്ട്സ്, മിഠായിസ്. കൊള്ളാം പരിപാടി. ഇത്രയൊക്കെ പുരോഗമിച്ചോ നമ്മുടെ റാന്നി? അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞാവടുത്ത് പറഞ്ഞു, എനിക്ക് സാരി ഉടുക്കാനൊരാഗ്രഹമുണ്ട്, എനിക്ക് മുല്ലപ്പൂ ഇല്ലാണ്ട് സാരി ഉടുക്കാൻ ഒരു വിഷമമെന്ന് പറഞ്ഞ്. ഓർത്ത് നോക്കി റാന്നിയിൽ വന്ന് മുല്ലപ്പൂവിൻ്റെ കടയിൽ നിന്ന് കൊള്ളാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കിടുവിനൊരു കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് കടകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ ചോദിച്ചാൽ എന്തോടാ വേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സ്പൈഡർമാൻ്റെ ഉടുപ്പ്, സ്പൈഡർമാൻ്റെ കൊലുസല്ലല്ലോ, സ്പൈഡർമാൻ്റെ ചെരുപ്പ്, സ്പൈഡർമാൻ്റെ വല, കയ്യേലിടുന്ന ഗ്ലൗസ്, ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ട് സ്പൈഡർമാൻ്റെ. അപ്പോൾ അത് വല്ലതും എന്തെങ്കിലും സ്പൈഡർമാൻ്റെ സാധനം കൊടുക്കാം. ഇല്ല ഇത് സ്പൈഡർമാൻ്റെ ഉടുപ്പാന്നും പറഞ്ഞ് ഇതും കൊടുത്താലോ. ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കും. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഗൈസ്. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പം കിച്ചു എത്തിയിട്ടുണ്ട് വീട്ടിൽ ഇന്നലെ തന്നെ. എന്നോട് ആദ്യം പറഞ്ഞു ചേച്ചി പത്തനംതിട്ട വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ, അപ്പോൾ വിരുന്നും ആവും കൂട്ടിക്കൊണ്ടുപോകാനും ആവുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലോട്ട് പോക്കോ, വീട്ടിലെത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ആശാൻ ഇന്നലെ എത്തിയിട്ടുണ്ട്. രാവിലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കിടു അവൻ്റെ തോളത്തിരിപ്പുണ്ട്. 2 പേരൂടെ നടന്നു പോവുക. മറ്റേ വിക്രമാദിത്യനും വേതാളമ്പലം അങ്കമ്പാടിക്ക് പോവാം. അപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടിലെ വിശേഷങ്ങൾ കാണണ്ടേ. എൻ്റെ ജാനു കോക്കോ ഒക്കെ ഇങ്ങനെ കാത്തിരിക്കരുത്. കോക്കോ എല്ലാവരെയും കാത്തിരിക്കുന്ന ടൈപ്പാണ്. പക്ഷെ എൻ്റെ ജാനു എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ എന്തൊക്കെയോ മുല്ലപ്പൂ വെട്ടുവാന്നോ, ഗ്ലാസ്സിലെ മണ്ണ്. എവിടെയൊക്കെയോ റോഡ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ബ്ലോക്ക് തന്നെയായിരുന്നു. എന്നാലും വലിയ ബ്ലോക്കിൽ വിടാണ്ട് ഇങ്ങനെ പോകുന്നു. രാത്രി കണ്ടിന്യൂസ് 3 മണി വരെ എങ്ങാണ്ട് ഞാൻ വണ്ടി ഓടിച്ചു. ഒരു 7 മണി വരെ കിടന്നുറങ്ങി. പിന്നെ എന്നോട് പറഞ്ഞു ചായ കുടിക്കാൻ. എന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വണ്ടിയിൽ കിടക്കുമ്പോൾ നിർബന്ധിച്ച് വിളിച്ച് ഉണർത്തി ചായ മേടിച്ച് തരണ്ടാന്ന്. പക്ഷെ ഇന്ന് എന്നെ പതിവില്ലാണ്ട് രാവിലെ വിളിച്ചിട്ട് ചായ കുടിക്ക് പിന്നെ നഷ്ടബോധം വരുമെന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ചക്കേണ്ട കൂമ്പാരം അവിടെ കൊണ്ട് നിർത്തിയോ. എൻ്റെ രാവിലത്തെ ദിവസം സന്തോഷഭരിതമായിരുന്നു. കാണിച്ചു തരാം. അങ്ങനെ എന്നെ ഉണർത്തി എനിക്ക് 2 ചക്ക മേടിച്ചു. വില കൂട്ടിയാ കിട്ടി. ഇല്ല കുറച്ചൊരു ഇതാണ്, കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. കണ്ട മോൻ തന്നെയല്ലേ, ഇത് കൂടുതൽ കാണാനൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? എന്നും നിന്റെ മുഖം കാണുമ്പോൾ അങ്ങനെ തന്നെ സന്തോഷമുണ്ട്. പൊതിഞ്ഞങ്ങ് അടിക്കുക. മണമുണ്ട്, മണമുള്ള പോലെ. ചെറിയ മണമുണ്ട്. കൊള്ളാം.
ഇങ്ങനെ ഇത് എന്താടാ കടയിലൊരു പൂ കവർ പേപ്പർ നല്ല രീതിയിൽ പൊതിയാനൊരു ഇലയോ പേപ്പറോ തരാനില്ലേ? ഇത് പറ്റിച്ചല്ല കുഞ്ഞാ നിന്നെ? ഓ പറ്റിച്ചില്ല, ഇത്രേ ഉള്ളൂ പൂവില്ലേ? അവസാനം പാവ അമ്മായിയമ്മേൻ്റെ തല്ലിലിരിക്കും. ബാടിയ പൂ തന്നിട്ട് ഇത് ഇന്ന് തന്നെ വെച്ചില്ലെങ്കിൽ പണിയാവുമല്ലോ. ഞാൻ ഈ ടീഷർട്ട് മുല്ലപ്പൂവും കൂടെ വെച്ചോണ്ടിരുന്നാലോ? അങ്ങനെ മുല്ലപ്പൂവിന് ബോണസായിട്ടൊരു റോസപ്പൂ കിട്ടിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് റോസപ്പൂക്കെ മേടിച്ച് തരുന്നുണ്ട്. ആൾക്കാർക്ക് പറയുന്നു ഞാൻ റൊമാൻറ്റിക് അല്ല. റൊമാൻറ്റിക് ആയതാ? എങ്ങനെയെങ്കിലും ഒന്ന് ചീത്തപ്പേര് മാറ്റിയെടുക്കാന്ന് വെച്ചിട്ടാ. നീ റൊമാൻറ്റിക് അല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ പറയല്ലോ. കാണുന്ന പോലൊന്നും അല്ല, അത്ര വലിയ റൊമാൻറ്റിക് മാനാണ് ഇരിക്കുന്നത്. ആ താടിക്കും ആ ഗൗരവമുള്ള മുഖത്തിൻ്റെ പിന്നിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു ഹൃദയമുണ്ട്. അതെ, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ കിടുവിനൊരു സൈക്കിൾ വാങ്ങിച്ചു. പിന്നെ അവന് ഒന്ന് രണ്ട് നമ്മൾ ഡ്രസ്സ് ഇപ്പം അങ്കൻവാടി സ്ഥിരം പോകുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഉടുപ്പൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സും മേടിച്ചു. പിന്നെ ഈ ബാസ്ക്കറ്റ് ബോൾ എറിയാനുള്ള അത് കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട്. പിന്നെ അതിലും വലിയ സന്തോഷം വർത്താനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കിച്ചുവിനത് തുമ്പി അവൾ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിടുവിനെ മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തു. പത്തനംതിട്ട വരെ വരണം, അതായത് ഒരു 36 കിലോമീറ്റർ യാത്ര ചെയ്ത് വരണം, ശനിയും ഞായറും മാത്രം. നമ്മുടെ അങ്ങോട്ടില്ല, മ്യൂസിക് ടീച്ചേഴ്സ് ഇല്ല. അപ്പോൾ പിന്നെ കിടുവിനെയും കൊണ്ട് ഇനി എല്ലാ ശനിയും ഞായറും അച്ചാച്ചി വന്നോളൂ. അങ്ങനെ അവനെ മ്യൂസിക് ക്ലാസ്സിലും ചേർത്തു. അപ്പോൾ ഇനി നമുക്ക് ഉടനെ സംഗീത സംവിധായകൻ, ഭാവിയിലെ സംഗീത സംവിധായകനും ഗായകനും എഴുത്തുകാരനും ഒക്കെയാണ് അവൻ. ഓ എഴുതൂല, അവന് ഭയങ്കര കച്ചറ വീട്ടിൽ. എഴുതില്ല, അവൻ എഴുതുന്നതാണ്. ടീച്ചർ വേണം മാറ്റിക്കോണോന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അണ്ണാണി അവനും കൂടെ വഴക്കോട് വഴക്ക്. അണ്ണാണി എഴുതി, ഇവനാണെ പേനയും കൊണ്ടൊരു പമ്പരം പോലെ ഒരു വട്ടം വരച്ചു വെച്ചു. ഇതാണ് അത് അച്ഛയ്ക്ക് അറിയാത്തതുകൊണ്ട് ഇതാ ഭയങ്കര കരച്ചില്ലാന്ന്. എഴുതൂല, കൊന്നാലും ഞാൻ എഴുതൂല എന്നും പറഞ്ഞിരിക്കുക. എഴുതുന്ന സിസ്റ്റം അവന് ഇഷ്ടമല്ല. പക്ഷെ അതിലൊക്കെ ഉപരി ഈ സാധനം എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്കൊരു സാധനം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കട്ടെ, കുഞ്ഞാക്ക് നാളെ വരുന്നത്. അങ്ങനെ കുഞ്ഞാവ് എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങിച്ചു തന്ന സാധനമാണ്. എൻ്റെ പാവക്കുട്ടി മിക്കവാറും കിടു എടുത്തിട്ട് പോകും. കിടുവിന് ഞാൻ കൊടുക്കൂല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചിരിക്കുന്ന കുട്ടിയാണ്. കൊള്ളാലോ കൊള്ളാലോ. നിന്റെ ഒരു മോച്ചായ ഉണ്ടടാ. നിന്റെ കുട്ടിയാന്ന് പറയുമോ ഇനി? എന്നെ ഇനി നോക്കുന്ന വിദേശി കുട്ടിയാട്ടോ, കണ്ണിരിക്കുന്നുണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൈസ് ടാഗ് പോലും പോത്ത മൊയിലും കുട്ടിയാ. അല്ലല്ലേ, ഒന്നുമില്ല. കുഞ്ഞാവെന്ന് റൊമാൻറ്റിക് ആവുന്നതിൻ്റെ ആദ്യ ഭാഗങ്ങളാണ്. പക്ഷെ കൊള്ളാം കുഞ്ഞാ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാ പെൺകുട്ടികൾക്കും, എല്ലാ അമ്മച്ചിമാർക്കും, എല്ലാ ചേച്ചിമാർക്കും, അതായത് ഏത് പ്രായത്തിലാന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് അതൊരു സന്തോഷമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ തരിക, വലിയ വലിയ ഗിഫ്റ്റുകൾ തരിക. അത് ഞാൻ കാണിച്ചു കൊടുത്തു, രാവിലെ തന്ന വലിയ ഗിഫ്റ്റ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ എനിക്ക് മേടിച്ചു തന്ന ചക്ക, അതിൽ നിന്നായിരുന്നത് തുടക്കം. ചക്ക, എൻ്റെ പ്രിയപ്പെട്ട ഉഴുന്നുവട, പിന്നെ ഒരു റോസപ്പൂ, ഒരു മുല്ലപ്പൂ. പാവക്കുട്ടി. എനിക്ക് സന്തോഷമായി. കൊള്ളാം. നമ്മൾ സീതത്തോടാകാറായി വരുന്നതിൻ്റെ പച്ചപ്പ് കണ്ടോ ഗായ്സ്? നമുക്ക് റീലെടുക്കല്ലോ. സാരി കൊടുത്തു, നല്ല പച്ചപ്പല്ല. ഇപ്പൊ കാട്ടി നല്ല പച്ചപ്പല്ല. അങ്ങനെ നമ്മൾ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീതത്തോടിൻ്റെ അള്ളംകാട്ടിലേക്ക് നമ്മൾ പോകുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ നമ്മുടെ അള്ളുങ്കലെത്തി ഗായ്സ്. നമ്മുടെ നാട്
പുഴി അല്ല ബാക്കി മൊത്തം തീർന്നോ? നമ്മളെ വീട്ടിലോട്ട് കയറുന്നു ഗൈസ്. കിച്ചനോട് ഇറങ്ങി വരാൻ പറഞ്ഞാണല്ലോ. ഇതോ നമ്മളെ വീട്, നമ്മുടെ വീട് കണ്ടോ. അവനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഫോണും കളഞ്ഞിട്ട് വന്നതോ നിക്കുന്നു. ആയിക്കോട്ടെ. ആരാ വേദന നോക്കിയേ. കിടു വന്നോ? അതിന്റെ കിടു വന്ന് നാണോ എന്തോന്ന് നോക്കിയേ. വണ്ടി പിന്നെ വന്നിരുത്താലോ? അല്ല വേണ്ട, വണ്ടി തരാം. ഞങ്ങൾ നടന്നുതരാം. പിടിയടേ ദേ കിച്ചു ഗൈസ്. അതിന്റെ പണിക്കോ? അല്ലല്ല, എനിക്ക് പറഞ്ഞാണ്ട് തന്നിട്ട് പോയതാ. എന്റെ വണ്ടി കണ്ടോ ഗോയ്സ്? ഞാൻ കഴുകി സുന്ദരനാക്കിയ വണ്ടി. കാലം കുറച്ചായി നീ പോയിട്ട്. ഇന്നലെ എന്നോട് ഒരു സൂത്രം കൊണ്ടുവന്നല്ലോ, ഞാൻ കണ്ടല്ലോ. നാണം 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 കണ്ടോ, നാണം കണ്ടോ, നാണം കണ്ടോ. ഹലോ, ആദ്യത്തെ വ്യക്തി പശുവോ? നമ്മുടെ പശുവാണോ? വലിയ ചെറുക്കൻ. ഇനി ഇവിടുന്ന് ഞാൻ ഇവനെ അവിടുന്ന് അവിടം വരെ തല വെച്ചോണ്ട് പോയി. ആൾക്കാരിക്കാം എടാ കുതിര വണ്ടിയാണോ ഇത്? അല്ല ഇതിന്റെ കിച്ചുപാമനാണ്. അത് വണ്ടിക്കകത്തല്ലേ? വണ്ടിക്കകത്തോട്ട് വാ. ഇത് വളർന്നല്ലേ ഇവിടെ? പെട്രോൾ പമ്പിൽ നിന്ന് വരുവാ. പെട്രോൾ പമ്പിലെ യൂണിഫോം കഴിക്കാൻ കയറിയെടുത്ത് യൂണിഫോം പണിയൊന്നും കാണിച്ചു കൊടുക്കടാ. അവിടെ പാത്ത് സ്നേഹം തുടങ്ങി. ഒളിച്ചിരുന്ന് സ്നേഹിക്കുവാണോ പാത്തു? ഒന്നും മിണ്ടുന്നില്ല. ദീപ് ചേച്ചി ആള് വന്നു. ദീപ് ചേച്ചി ഇതുവരെ കണ്ടില്ല കേട്ടോ. ദീപ് ചേച്ചി ഒരാൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. അമ്മേന്റെ ജാനു എവിടെ? ഞാൻ ഇന്നലെ വന്നാ, അതിനെ കണ്ടില്ലേ? ഇത് കണ്ടോ പാത്തു എന്റെ വണ്ടി? അടുത്താൾ വരുന്നു. ഞാനല്ല അവിടെ വേണ്ടേ. പെട്രോൾ പമ്പിൽ ആരാ വന്നേന്ന്? കോക്കോ. ഉമ്മച്ചനുണ്ട്. അവിടെ പോടി, എൻ്റെ അടുത്ത് അല്ലടി, അവിടെ പോടി. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വന്നതാ. എന്ത് വരുന്നുണ്ട്? നോക്കണം എന്റെ കൊച്ചിന്റെ സ്നേഹം. അതാരാ കാറില്? അപ്പൊ 2 ചക്ക അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നിനക്ക്. അതാപ്പൊ അടിച്ചോണ്ട് എനിക്കൊന്നും ഇല്ലെന്ന്. സൈക്കിള് കണ്ടുപോയി. സൈക്കിൾ
അതെന്താ സാധനം ബോബി വോക്കറോ? അവനിരിക്കാൻ കസാരയാ? തിരിച്ചു കയറി അതിൻ്റെ അകത്ത് ഒരാഴ്ചയായി. എന്ത് തിരിച്ച്? അത് തന്നെ ആണോ? ഇതിനകത്ത് ചാടിയതാ. കാണത്തില്ല. ആ ഒരു പാലുണ്ടോ? എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ട് ഞാൻ കണ്ടായിരുന്നില്ല ഇപ്പം. കണ്ണുകൊണ്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ കാണുന്നില്ല. എല്ലാരും ചോദിക്കുന്നു നീ അവിടെ പോ, നീ ഇവിടെ ജോലി ചെയ്തിട്ട് ആളല്ലേ? എന്നാലും എൻ്റെ വണ്ടി ഞാൻ എത്ര കഴുകി വെച്ചിരുന്ന വണ്ടിയാ അത്. ഈ വണ്ടിയിലോ? ഇതെല്ലാം തള്ളിയോ? ആ ഇലക്ട്രിക് വേണ്ട, മാനുവല, ഓട്ടോമാറ്റിക് അല്ല. മഞ്ഞയാ? കണ്ടോ കൊച്ചു, എനിക്കൊന്നും കൊണ്ടുവന്നില്ല, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ. എൻ്റെ വണ്ടി കഴുകാനായിട്ട്. ആണോ? അപ്പൊ തിരിച്ചു പോകുന്നില്ല? രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്തിരുന്ന് കാണുന്നല്ലേ? രണ്ടുപേരും വരുന്നു, ഒരാൾ മതി. നമുക്കത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാം. ഇല്ല, സുലഭ ഇട്ടിരിപ്പുണ്ട്. ആണ്ടി കണ്ടില്ലേ എൻ്റെ വണ്ടി? ഞാൻ എങ്ങനെ കഴുകിയ വണ്ടിയാണെന്നറിയുന്നത്. നമുക്ക് അപ്പുറത്ത് അവനെ കണ്ടോ? മൂക്കിൽ ഓട്ടമുള്ളവനെ കണ്ടോ? ഒട്ടും ചാർജില്ല. എന്നാലും കുഴപ്പമില്ലല്ലേ, നേരത്തെ അത്രയും പൊടിയില്ല. അത് കാട്ടിക്കൂടെ വന്നതിൻ്റെ അല്ലേ? ഈ കാട്ടിക്കൂടെ വന്നതിൻ്റെ അല്ലേ? അല്ല, ഈ കാട്ടിക്കൂടെ വന്നതിൻ്റെ അല്ലേ ഇത്രയും പൊടി? അയ്യോ, അവനെ കാണിച്ചു തരാം കേട്ടോ. ഈച്ച കയറായിരിക്കാൻ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്. ആ ഈച്ച കയറിയത് മുറിവഴുക്കാവായിരിക്കാൻ. നമ്മൾ ഇന്നും രാവിലെയും രാത്രിയിലും കണ്ടോ, എന്നിട്ട് ഈച്ചകളൊക്കെ ഉണ്ടോ? എന്നും രാവിലെയും രാത്രിയിലും മരുന്ന് അടിക്കണം. നമുക്ക് കിടപ്പാനെ ക്യാമറ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റാൻ നമുക്ക് ഉടനെ ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കണം. ആ എടുക്കാം മാമ, ഇത് ഓഫാക്കി കേട്ടെ. ഏ വെക്കുന്ന മാമനാടാ മേടിച്ചേ, നീ ഏ വെക്കുന്ന എന്തിനാ? അല്ല, അത് ഫുട്ബോള് അല്ല, പൊക്കത്തിലായിരുന്നു ആ വല, തറയെ ജസ്റ്റ് മുട്ടിയിട്ടേ ഉള്ളൂ. ആ തിരിച്ചു വെച്ചേ കുറുകെ. ബാസ്കറ്റ് ബോള്, വോളിബോള്, ഹാൻഡ് ബോള്, ഫുട്ബോള്. അവൻ ഇന്ന് ഉമ്മച്ചനെ ഇതിനകത്ത് മിക്കവാറും കുരുക്കും. ഇങ്ങനെ അല്ലായിരുന്നു കുഞ്ഞാ, നീല ഒരു സൈഡിലല്ല. ആ ഇങ്ങനെ തന്നെ, ഇങ്ങനെ തന്നെ. അത് ഏത് ഹൈറ്റ് വേണേലും ആക്കാം, താഴോട്ടാക്കണേ താഴോട്ടാക്കാം. ഇനി എന്തൊക്കെയാണ്? ആ ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇത് ഇവിടെ അങ്ങ് ചേർത്ത് വെച്ചാൽ മതി ഈ ഭിത്തിക്ക്. കുനിഞ്ഞു വരുന്നുണ്ട്, ഇത് ബോളെടുക്കാൻ വരുന്ന വരവ് നോക്കി. ഇപ്പൊ ടി വി ഒന്നും അടിച്ചു പൊട്ടിക്കണ്ട.
ആ ആ ആ ആ ആ അതിന് കിടൂടെ ഓടിപ്പോയിട അച്ചാച്ചി പറ്റിക്ക്. അച്ചാച്ചിക്ക് എടുക്കത്തില്ലല്ലോ, മോനല്ലേ എടുക്കണ്ടേ. ഏത് വഴിയൊക്കെയാ പോന്നേ? ശരി ദൂരെ എറിയടാ. ആ ഓടിച്ചടിച്ച് പോലും അതെ തൊടരുത്. ആ ആ ആ ആ ആ മിടുക്കൻ. നീളം കിട്ടുന്ന പോലെയാണ്. ആ ജനലിൻ്റെ അവിടെ ചാരി വെക്കാം. എന്താടാ? ആ കുഞ്ഞാ മോളിനോ തിരിച്ചു മറന്നിട്ടില്ലെന്ന് വഴിയൊന്നും. എങ്ങനെ ഉണ്ടായിരുന്നു എടാ ഇവിടെ? സുലഭമൊക്കെ വഴക്കുണ്ടോ? ആ കിച്ചു കാണിച്ചു തരും, പറഞ്ഞു തരുവാടാ. എടാ സ്പോർട്സിൻ്റെ ആളാടാ. തലയിടിക്കും. ആ അങ്ങനൊക്കെ തന്നെയാ, അങ്ങനെയാണ് എറിയാൻ. അതേത് ഗോളാന്ന് എനിക്ക് എൻ്റെ അടുത്ത് തോന്നിക്കുന്നില്ല. അറിയാതെ പറ്റും. സോറി പറഞ്ഞേരെ. സോറി അങ്ങ് പറഞ്ഞോ. തല പോയി അവ സോറി പറയൂല. ദേ കിടക്കുന്ന അടുത്ത ഗോൾ പോസ്റ്റ്. എന്താണ്ട് എങ്ങനെയുണ്ട് ഞാൻ ഇല്ലാത്ത ജീവിതം? സുഖ സന്തോഷ സമാധാനം അല്ലായിരുന്നോ? എന്തോ പറയണമെന്നുണ്ട്, ക്യാമറകളൊന്നും ആ അവിടെ കയറിയുന്നുണ്ട് കേട്ടോ. അമ്മൻ്റെ തലയിലിടല്ലേ. ആ ആ 1 2 3 സ്റ്റാർട്ട് കേട്ടോ. പേടിയോ തല വീഴുമെന്ന്. ആ പോട്ടെ, എന്നാൽ പണിഞ്ഞ് കഴിയട്ടെ അവരെ. സൈക്കിൾ എടുത്തോണ്ട് വാ. ആ എടുത്തോണ്ട് വാ. നീ വലിയ ഇറക്കനില്ലയോ, എടുത്തോട്ട് വാ. ഓ ആ നമുക്ക് എടുക്കാവേ. ഈ രണ്ട് വിടാതെ ഇത് ഇവിടെ കയറ്റിട്ട് ഞാൻ ഒരു കുറച്ചുകൂടെ കൊടുക്കും. ആ ആ ആ ഒരു വൈറ്റൂടെ പൊക്കാം. അത് കാലും കൊണ്ടാ മോനെ. ഉണ്ടപ്പന് നമുക്ക് താത്ത് വെച്ച് കൊടുക്കണം അല്ലേ? എത്തൂല അവന്. മോൻ പഠിപ്പിച്ചു കൊടുക്കുവോ അവന്? ആ നീ പറഞ്ഞു കൊടുക്കണം. പാസ്പോർട്ട് കഴിഞ്ഞില്ലേ? റിന്യൂ ചെയ്തില്ലല്ലോ. സാരമില്ല, ഞാൻ വീഡിയോ ഇടാം. ഞാനും കിടും കൂടെ ശ്രീലങ്കയ്ക്ക് പോകും അല്ലേ കിടൂ? ആ ബോൾ എടുത്തോണ്ട് വാ. അല്ല കാലും കൊണ്ട് ഇങ്ങനെ മേളോട്ടല്ല. ആദ്യം ഫുട്ബോള് താഴെയാ, തറയിലിട്. തറവിയാ പതുക്കെ. ഏ ഗോൾ 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 മിടുക്കൻ. ഇനി ഹാൻഡ് ബോള്. ആ ആ ബാസ്കറ്റ് ബോൾ. ആ ഹലോ സൈക്കിൾ മൈക്കിൾ. ആ വേണ്ടേ, ഡ്രൈവറിന് ലൈസൻസും ഇല്ല. വേണ്ട വണ്ടി. അയ്യോ ഇടിച്ചു ജിനുനെ. റിവേഴ്സ് വിട്ടു ഞാൻ പറഞ്ഞാലേ. ആ മതി. അതൊന്നും ചവിട്ടില്ല, പെട്രോൾ പുറയില്ല അടിക്കുന്നത്. അതില്ല. ആ ചവിട്ട്. ബെല്ലടിച്ചിട്ടാണ് വളർന്നിരിക്കും. ബെല്ലടിച്ച് കാല് വെച്ച് ചവിട്ടുമല്ല, കാല് വെച്ച് തുഴഞ്ഞല്ല പോന്നു, ചവിട്ടണം. ആ അങ്ങനെ പുറലോട്ട് വിടാം കേട്ടോ. അതിന് ഫ്രണ്ടോട്ട് വിട്. അങ്ങനെ വീശി വളച്ച് കഴിഞ്ഞാൽ വീഴും. ഓട്ടോറിക്ഷ അത്. ആ കള്ളന്മാരെടുത്തോണ്ട് ഓ ഒച്ചിന്റെ മുട്ടായി അടിച്ചു മാറ്റി പോക്കറ്റ് വെച്ചേക്കുന്നതാകടൂ. ഞാനാ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഞങ്ങൾ 2 പേർക്ക് നിന്നോട് കയറുവായി. കിടുവല്ല എനിക്കും സുരേഷൻ. അതെന്ത് കോളാ? അതെന്താ കോള്? പുറത്തിറങ്ങാൻ കൊള്ളാത്ത. ആ സ്വാഭാവികം.
ഹലോ നീ ചക്കപ്പഴോ ഉമ്മച്ചനായിരിക്കും ചക്കപ്പഴം എന്തോ മക്കളെ എടാ തരുവാടാ മുറിക്കട്ടാ മാമ മുറിക്കുവല്ലേ അങ്ങനെ പറ്റിക്കുവോ നിന്നെ ആ പട്ടിയും കൂടെ തിന്നട്ടെ നമ്മുടെ പട്ടിയല്ലേ എനിക്ക് കൊട്ടയോ ചട്ടിയോ വല്ലതും വേണോ മുറ കൊടുത്തിട്ട് ആണോ നേരത്തോടെ മേടിക്കുന്ന ചക്ക കച്ചി വന്ന വണ്ടി മാമൻ തരുവടാ മാമ മധുരം ഉണ്ടോ നോക്കിയതല്ലേ അപ്പ ആർക്കാ തന്നേ എൻ്റെ കുഞ്ഞിനും എനിക്കും ചക്കയെന്ന് വെച്ചാൽ ജീവനാണ് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചക്കയ്ക്ക് വേണ്ടി എന്തും ഏത് പ്ലാവിലും ഞങ്ങൾ വലിഞ്ഞു കയറും ഉമ്മച്ചനെ നീ അടി മേടിക്കാനുള്ള സമയമായി എന്നാ ഇതൊക്കെ കളഞ്ഞു തിന്നണേ തൊലിയൊക്കെ എടാ അക്കത്തെ പാട കളയടാ പാടയോ വീഡിയോഗ്രാഫർ അവിടെ കുളിയാ കുറേ നേരമായി കയ്യായിരക്കാവും മക്കളെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ചേട്ടാ അടിപൊളി ചക്കയെന്ന് പറഞ്ഞു തന്ന ചേട്ടാ അത്ര മധുരമൊന്നും ഇല്ല കേട്ടോ അതിന് കൂടെ ഉള്ളത് മുറിച്ച് വെച്ചതാ മോനെ ചെത്തുവല്ലേടാ മാമ ഇതേ ഇഷ്ടമൊന്നുമില്ലല്ലോ പിന്നെ ചക്കയോട് ഇഷ്ടമുണ്ടല്ലേ അപ്പയ്ക്ക് കോഴി ഇന്ന് കിച്ചുവിനെ കൊണ്ട് കോഴിക്കറി വെപ്പിച്ചാലോ കിച്ചു ഹോസ്റ്റൽ ചിക്കൻ കറി വെക്കാന്ന് കുറേ കാലം കൊണ്ട് പറയുക ചിക്കൻ എങ്ങനെയാണോ വേണ്ടേ ചിക്കൻ എങ്ങനെയാ വേണ്ടേ കയ്യിൽ ക്യാമറയാ മതി ഇനി എടുക്കണ്ട അവൻ കഴിച്ചാൽ മതി അറ്റ തരും അറ്റ അടുത്ത് തരും കഴിക്കും ഇന്ന് ചിണുങ്ങണ്ട ആ തൊലി കളഞ്ഞിട്ട് തിന്നടാ എടാ അതിലൊന്ന് നോക്കൂ കുഞ്ഞയാ ഒക്കെ ഇളക്കിക്കളാ അതൊക്കെ പഠിക്ക് കിട്ടുന്നില്ലെങ്കിൽ കണ്ണോടിച്ച് വായിലോട്ടിടരുത് ഞാൻ മാതൃക കുടുംബച്ചനാക്കാൻ നിർത്തിയേക്കുന്നതല്ലേ നിന്നെ എടാ അപ്പ എങ്ങോട്ടാടാ കെട്ടിച്ചുവിട്ടെ എങ്ങോട്ടാ അപ്പനെ കെട്ടിച്ചുവിട്ടെ വയനാട്ടിലോട്ടോ അങ്ങോട്ടെന്താ അപ്പ പോയപ്പോ മോൻ വിഷമിച്ചിട്ടെന്താ അപ്പനൊക്കെ ഒരു ഉമ്മ തരാൻ ഞാൻ എന്തോടാ പറഞ്ഞേ അപ്പ എപ്പോഴാ വരുമെന്ന് പറഞ്ഞു അപ്പയുടെ മോനാ പോഞ്ഞത് ഞാൻ കുറെ ചോദിച്ചു എന്നെ അപ്പൊ കൊണ്ടുപോയില്ലെന്ന് എടാ ദുഷ്ടാ എപ്പോഴാണോ നീ എന്നോട് ചോദിച്ചേ കള്ളത്തിന് കാണിക്കാൻ നോക്കിയേ ജാസ്മി ചേച്ചി ചോദിച്ചപ്പോ പറഞ്ഞു അപ്പ എന്താ പോവാഞ്ഞെന്ന് ചോദിച്ചപ്പോ ഞാൻ കുറെ ചോദിച്ചു അപ്പനെ കൊണ്ടുപോയില്ല കള്ള എനിക്കൊരു ഉമ്മയും തന്നില്ലെന്ന് നീ എന്തോട് പോയിരുന്നു അവിടെ എന്നോട് എന്താ പറഞ്ഞേ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞടാ എല്ലാരും പറയുന്ന അപ്പം മോനെ മൈൻഡ് ചെയ്തില്ല മോൻ എന്താ അപ്പൻ്റെ അടുത്ത് വരാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറയാം അപ്പൊക്ക് എന്തുവാ അപ്പേ ഞാൻ അതൊരു ചുറ്റിക്കറങ്ങി നടക്കുമല്ലായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ വരാഞ്ഞെന്ന് മോൻ എവിടെ ആയിരുന്നു അവിടെ തരത്തില്ല എന്നിട്ട് നീ ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു എന്റെ ഭാര്യനെ പറ്റി അനാവശ്യം പറഞ്ഞു നിനക്ക് ഞാൻ തരത്തില്ല അല്ല നിനക്ക് എന്നോട് ഇഷ്ടമല്ല അല്ല നിന്നെ എന്നോട് പറഞ്ഞത് കേട്ട ഷപ്പേടല്ലേ അപ്പൊ തരുമല്ലോ ആരാ പറഞ്ഞു എന്റെ ഭാര്യനെ പറ്റി ഇന്നാടാ ആരാ പറഞ്ഞേ മാമന്റെ ഭാര്യയെ പറ്റി ഒന്നും കുഞ്ഞു പറഞ്ഞില്ലല്ലേ അപ്പനെ പറ്റിയാ പറഞ്ഞേ ആണോ ക്കളെ എന്തുവാണ് ഇത് താത്തു കൊറേ നേരമായി ഭയങ്കര ദേഷ്യം വരും എല്ലാരും കടിക്കും ഒരു മയമില്ല എല്ലാരും കടിക്കും പാത്തു അത് ഇന്ന് തുടങ്ങിയല്ലേ ചെറുത് തൊട്ട് തിന്നാൻ പോയി അവിടെ വെച്ചിട്ട് അവിടെ അങ്ങ് കിടക്കും ആരെങ്കിലും തൊട്ട് അവള് കടിക്കും എടാ ഞാൻ ഒരെണ്ണം തിന്നടാ കിടു പതുക്കെ കഴിച്ചാൽ മതി കേട്ടോ ചക്കക്കുരു ഒക്കെ അവിടെ പോയി അപ്പൊ അവൻ സമയം എടുത്ത് കഴിക്കുമെന്നാ ആര് പറഞ്ഞു അവൻ കാന്നു തിന്ന ഹലോ ഒരു കിളി പുറത്ത് നിന്ന് കളിയോട് കളി എന്നെ കിട്ടുന്നില്ല ഞാൻ വല്ലതും മേടിക്കാണ്ടോ അമ്മയോട് ചോദിച്ചു അടുക്കളയിലേക്ക് കോഴിക്കറിക്ക് വേണ്ട എല്ലാം ഉണ്ടെന്നൊന്ന് ചോദിച്ചേ ഒന്ന് കൺഫേം ചെയ്തേ എനിക്കോ നല്ലൊരു തണുത്ത വെള്ളം ചെറിയൊരു പണിയുണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ പോകണം ഞാൻ കുളിക്കാൻ പോവാ എന്താ ഇവിടെ കുത്തിയിരിക്കണം ദീപം വെള്ളം കൊടുക്കണം ചേട്ടന്ന് കോരണം പോടുക്കോ ഞങ്ങൾ കുളിക്കാൻ പോവാം കുളിക്കാൻ പോകുന്നു കുഞ്ഞാ പാലക്കാട് പോടുക്കോ അമ്മേ
ചാച്ചി മോട്ടർ അടിച്ചാൽ വെള്ളം കൊള്ളൂലേ കിണറ്റില്ലേ? ഇനിയും വെള്ളം കോരാൻ പോണോ? ഇനിയും വെള്ളം കോരാൻ പോണോ? ജൂൺ ജൂലൈ അജയ് മാമനവൻ്റെ അജയ് മാമനെ കൊണ്ട് തോറ്റു. പാനിപ്പിയ അവൻ്റെ പാനിപ്പിയാൻ കാനക്കായ.